അവസാന ലാപ്പിലേക്ക് കടക്കുകയാണ് നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണം. വികസന രാഷ്ട്രീയ വിവാദങ്ങൾക്ക് അപ്പുറം അന്താരാഷ്ട്ര വിഷയങ്ങളും നിലമ്പൂരിൽ പ്രചാരണത്തിൽ പ്രതിഫലിക്കുന്നുണ്ട്. ഇറാനെ ആക്രമിച്ച ഇസ്രായേലിന്റെ നടപടിക്കെതിരെ മുഖ്യമന്ത്രിയും ലീഗ് നേതാക്കളും ഇതിനോടകം രംഗത്ത് വന്നു കഴിഞ്ഞിട്ടുണ്ട്. മണ്ഡലത്തിൽ ഇന്നും മുഖ്യമന്ത്രി തുടരുകയാണ്. UDF ജമാഅത്തെ ഇസ്ലാമി കൂട്ടുകെട്ടിൽ കോൺഗ്രസിനെയും ലീഗിനെയും കടന്നാക്രമിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രസംഗങ്ങൾ. ജമാഅത്തെ ഇസ്ലാമിയെ അസോസിയേറ്റ് ആക്കിയത് ലോകത്ത് കേരളത്തിൽ മാത്രമാണെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ വിമർശിച്ചു. ചരിത്രത്തിന്റെ ഭാഗമായിട്ട് ഇനി അടയാളപ്പെടുത്തും. ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന ഒരു വർഗീയ, എല്ലാ അർത്ഥത്തിലും ജനാധിപത്യ വിരുദ്ധമായ രീതിയിൽ മതരാഷ്ട്രം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പാർട്ടിക്ക് പൂർണ്ണമായ അർത്ഥത്തിൽ പിന്തുണ നൽകി അവരെ ഒപ്പം ചേർത്ത് അസോസിയേറ്റാക്കി മാറ്റിയ ആദ്യത്തെ പാർട്ടി അത് കേരളത്തിലെ UDF ആണ്, കോൺഗ്രസും ലീഗുമാണ് എന്ന് ചരിത്രം രേഖപ്പെടുത്തും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ ഒരു മഹാസഭയായിട്ട് ഞങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല, ഞങ്ങളില്ല അന്നേ പറഞ്ഞു. എന്നിട്ട് അതിപ്പോൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് സ്വന്തം വർഗീയ നിലപാടിനെ മാറ്റിവെക്കാൻ, അല്ലെങ്കിൽ അതിനെ ഒരു തരത്തിലേക്ക് മാറ്റി വേറൊരു വർഗീയതയാണ് ശക്തിപ്പെടുന്നത് എന്ന് പറയാൻ വേണ്ടിയിട്ടുള്ള ബോധപൂർവമായ പ്രചരണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കള്ള പ്രചരണത്തിന് എന്തെങ്കിലും അടിസ്ഥാനം വേണം. LDFനെ കടന്നാക്രമിച്ച PMA സലാം ജമാഅത്തെ ഇസ്ലാമിയെ 30 വർഷം കൂടെ കൂട്ടിയവർ ആണ് LDF. വഖഫ് ബോർഡിൽ ജമാഅത്തെ ഇസ്ലാമിക്ക് സമസ്തയ്ക്ക് മുൻപേ ഇടം നൽകിയവരാണ് ഇടതുപക്ഷമെന്നും PMA സലാം ന്യൂസ് 18നോട് പറഞ്ഞു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒറ്റ കാര്യം മാത്രമേ പറയാനുള്ളൂ. 10-30 കൊല്ലത്തിലധികം ജമാഅത്തെ ഇസ്ലാമിയുമായി നല്ല ബന്ധത്തിൽ എല്ലാ അംഗീകാരവും കൊടുത്തുകൊണ്ടാണ് CPM ഇവിടെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയത്. ജമാഅത്തെ ഇസ്ലാമി എന്ന് വെൽഫെയർ പാർട്ടി ഇല്ല. ജമാഅത്തെ ഇസ്ലാമിയുമായി നല്ല ബന്ധം. കേരളത്തിലെ ഏറ്റവും വലിയ മതസംഘടനയായ സമസ്ത, ആ സമസ്തക്ക് കൊടുക്കാതെ വഖഫ് ബോർഡിൽ അംഗത്വം കൊടുത്ത് ജമാഅത്തെ ഇസ്ലാമിക്കാണ് ഇടതുപക്ഷ ഭരണം. പാർട്ടി സെക്രട്ടറി ശ്രീ പിണറായി വിജയനായിരുന്ന സമയത്ത്, അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് 2006 ഗവൺമെന്റ് കേരളത്തിൽ വഖഫ് ബോർഡ് ഉണ്ടാക്കിയപ്പോൾ അതിലേക്ക് നോമിനേറ്റ് ചെയ്ത് ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രതിനിധികളാണ് സമസ്തക്ക് പകരം. പാഠപുസ്തക കമ്മിറ്റി ഉണ്ടാക്കിയപ്പോൾ അതിൽ സമസ്തക്ക് അംഗത്വം കൊടുത്തില്ല, കൊടുത്തത് ജമാഅത്തെ ഇസ്ലാമിക്കാണ്. സച്ചാർ കമ്മീഷൻ റിപ്പോർട്ട് കേരളത്തിൽ നടപ്പാക്കാൻ വേണ്ടി പാലോളി കമ്മിറ്റി ഉണ്ടാക്കി. 13ഓളം മുസ്ലിം സംഘടനകൾക്ക് അതിൽ അംഗത്വം കൊടുത്തിട്ട് കേരളത്തിലെ ഏറ്റവും വലിയ മുസ്ലിം സംഘടനകളായ സമസ്തക്കും മുസ്ലിം ലീഗിനും കൊടുത്തില്ല. ബാക്കി മുഴുവൻ ജമാഅത്തെ ഇസ്ലാമിക്കും PDPക്കും അടക്കം എല്ലാവർക്കും പ്രാതിനിധ്യം കൊടുത്തിട്ടാണ് പാലോളി കമ്മിറ്റി ഉണ്ടാക്കിയത്. ഇതൊക്കെ ശ്രീ പിണറായി വിജയനും CPMഉം ജമാഅത്തെ ഇസ്ലാമിയും തമ്മിലുള്ള ബന്ധത്തിന്റെ വ്യക്തമായ തെളിവുകളാണ്. അതൊക്കെ അദ്ദേഹം മറച്ചുവെക്കാൻ ശ്രമിച്ചാലും കേരളീയ മനസ്സിന്റെ ഓർമ്മ ഇല്ലാതാക്കാൻ അദ്ദേഹത്തിന് കഴിയില്ല. അത്തരം കാര്യങ്ങളൊക്കെ തെറ്റായിരുന്നു എന്ന് ഇപ്പൊ പിണറായി പറഞ്ഞാൽ ഞങ്ങളുടെ കാര്യം ഞങ്ങൾ പറഞ്ഞോളാം.